നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടത്തുന്ന സുദിനമാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവം ആണ് എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് ഉത്സവം. ഈ മാമാങ്കത്തിൻ്റെ ഫലം പലരിലും പല ആശങ്കകളും ഉണർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ BJP അല്ലെങ്കിൽ NDA പ്രതീക്ഷിക്കുന്നത് പോലെ അവർക്ക് സീറ്റ് കിട്ടി മൂന്നാമത് പ്രാവശ്യവും മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഭാവി എന്ത് എന്ന ആശങ്ക ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു കാര്യം, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു ആധുനിക ലോകത്ത് ഒരു പൗരൻ എന്ന നിലയിൽ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷത്തിനും ബഹുകാതം കൂടി കയറി ചെല്ലേണ്ടതായിട്ടുണ്ട്. ബഹുകാതം പിന്നിലാണ് ലോക നിലവാരമനുസരിച്ച് ഇന്ത്യൻ പൗരൻ്റെ ജീവിത നിലവാരം ബഹുഭൂരിപക്ഷത്തിൻ്റെയും. അത്തരമൊരു സാഹചര്യത്തിൽ ആ ഗ്യാപ്പ് ഇല്ലാതാക്കുവാൻ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ, അതിന് ജാതിമത പ്രാദേശിക ഭേദങ്ങൾ, ഭാഷാഭേദങ്ങൾ ഒന്നും തന്നെയില്ല. അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒരു മിനിമം പ്ലാൻ, ഒരു പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ സമീപിക്കുകയും തങ്ങൾ എത്തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിന് പകരം ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ അത് ജനാധിപത്യമല്ല, ഒന്നുകിൽ മതാധിപത്യം അല്ലെങ്കിൽ ഭാഷാധിപത്യം അല്ലെങ്കിൽ പ്രാദേശികാധിപത്യം എന്നൊക്കെ നമുക്കതിനെ പറയേണ്ടി വരും. ഇവിടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്ന ഒരു മതമുണ്ട്. ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ മതത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. അതിന് തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും അനുസരിച്ച് എത്ര വോട്ട് ആർക്ക്, എത്ര മതത്തിൽപ്പെട്ട എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കിയിട്ട് അവർ ആ മതത്തിൽപ്പെട്ട ആൾക്കാരെ ആര് ഭരിക്കണം, അതിൽ ആരാണ് ഭരിക്കാൻ വരുന്നത് എന്ന് തീരുമാനിച്ചാൽ മാത്രം മതിയല്ലോ. ആ മതത്തെ പ്രതിനിധീകരിക്കാൻ ആരാണ് വേണ്ടത് എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളൊന്നും നടത്തേണ്ടതായിട്ടില്ല. അപ്പോൾ ഒരു മതാധിഷ്ഠിത രാജ്യമല്ല ഇന്ത്യ എന്നതിനാൽ ജനാധിപത്യം കാത്തു പുലർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ, ഈ പറയുന്ന സങ്കുചിത ജാതിമത പ്രാദേശിക ചിന്താഗതിക്കെല്ലാം അതീതമായി ജനങ്ങൾ പൊതുവായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്ത്, അത് പരിഹരിക്കാനുള്ള ഒരു മാനദണ്ഡം, അതാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്നലെ വരെ പുറത്തു പറയാൻ പറ്റാതിരുന്ന സംഗതികൾ ഉറക്കെ ഒരു സങ്കോചവുമില്ലാതെ പച്ചയായ വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. അതിൽ ഇലക്ഷനെ നിയന്ത്രിക്കേണ്ടുന്ന ആൾക്കാർ, ഇലക്ഷൻ്റെ എത്തരത്തിൽ അതിൻ്റെ പൊതുവായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കേണ്ടുന്ന ആൾക്കാർ തന്നെ വെറും നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ കൊടിയ വർഗീയ പ്രചരണമാണ് നടന്നത്. ഈ ഇലക്ഷന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ വിജയമല്ല, മറിച്ച് മറ്റെന്തെങ്കിലും മതാധിപത്യത്തിൻ്റെ ഫാസിസം നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്ന, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസത്തിൻ്റെ ഒരു ജനാധിപത്യത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു വിജയമായി നമുക്ക് കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. ഏതായാലും നമുക്ക് ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പറയുന്നില്ല, കാരണം ഫലം പ്രഖ്യാപിക്കാനിരിക്കുകയാണ്, എണ്ണിത്തുടങ്ങുകയാണ് 8 മണിക്ക്. അതുകൊണ്ട് നമ്മൾ ആ വാർത്തകളിലേക്ക് കടക്കുന്നില്ല. അല്ലാത്ത ചില പ്രധാന വാർത്തകൾ മാത്രമാണ് പറയുന്നത്. ആദ്യം നമുക്ക് കാലാവസ്ഥ വളരെ ശക്തമായ മഴ കേരളത്തിൽ തുടരും എന്ന് തന്നെയാണ്. 2 ജില്ലകളിൽ ആണ് ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എറണാകുളത്തും കോഴിക്കോടും ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലും വ്യാപകമായി മഴയുണ്ടാകും. മറ്റൊരു വാർത്ത, ഈ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര നടത്തിയ യൂട്യൂബർ സഞ്ജു ടെക്കിനെതിരെയുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ കുറ്റപത്രമാണ്. അത് സമർപ്പിച്ചു കഴിഞ്ഞു.
ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് RTO ആണ് കുറ്റപത്രം സമർപ്പിച്ചത്. കാർ ഓടിച്ച സൂര്യനാരായണനും യൂട്യൂബർ സഞ്ജുവിനും എതിരെയാണ് 1 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു എന്നതാണ് അവർ ചെയ്ത കുറ്റകൃത്യം. ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത വാഹനം റോഡിൽ ഓടിച്ചതിനുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഈ കുറ്റത്തിന് 3 മാസം വരെ, അതായത് സുരക്ഷിതമല്ലാത്ത വാഹനങ്ങൾ റോഡിലിറക്കി ഓടിച്ചതിന് 3 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാം. കേസിൽ കോടതിയിൽ പ്രതികൾ വിചാരണ നേരിടേണ്ടതായിട്ടും ഉണ്ട്. ഈ വാർത്ത പറയുമ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ഇദ്ദേഹത്തെ പിടികൂടിയതിന് ശേഷം ഇദ്ദേഹം വളരെ അഹങ്കാരത്തോടു കൂടി അതിനുശേഷം എൻ്റെ യൂട്യൂബിൽ റീച്ച് കൂടി എനിക്കിതൊക്കെ വെറും നിസ്സാരമാണ് എന്നുള്ള രീതിയിൽ വീണ്ടും യൂട്യൂബ് ചെയ്യുകയുണ്ടായി. അത് ഹൈക്കോടതി തന്നെ ഇടപെട്ട ഇയൊക്കെ കർക്കശമായി ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിനെ അവഹേളിച്ചതിന് ഉൾപ്പെടെയുള്ള ശിക്ഷ കൊടുക്കണമെന്നും വളരെ കൃത്യമായി ഈ കേസ് ഫോളോ ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. മന്ത്രി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. യൂട്യൂബിന് റീച്ച് കൂട്ടുന്നതിൽ തനിക്ക് വിരോധമൊന്നും ഇല്ലെന്നും, എന്നാൽ നിയമലംഘനം നടത്തി റീച്ച് കൂട്ടുന്നതിന് കൂട്ടുനിൽക്കാൻ കഴിയുകയില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. നിയമങ്ങൾ അനുസരിക്കുക എന്നതാണ് ഒരു പൗരൻ ചെയ്യേണ്ട അടിസ്ഥാന കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് കർശനമായ ശിക്ഷയായിരിക്കും നൽകുകയെന്ന് ഗണേഷ് കുമാർ അറിയിച്ചു. മറ്റൊരു വാർത്ത, മൂന്നാറിൽ അപകടകരമായ രീതിയിൽ കാറിൽ യാത്ര ചെയ്ത യുവാവും യുവതിയുമാണ്. മൂന്നാർ ഗ്യാപ് റോഡിലാണ് സംഭവം. കാറിൻ്റെ ഡോറിൽ കയറിയിരുന്ന് പുറത്തേക്ക് ശരീരവും തലയുമിട്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തി യാത്ര ചെയ്തു. ഇതിനോടനുബന്ധമായ ഒരു വാർത്തയാണ്. അതായത് മോട്ടോർ വാഹന വകുപ്പ് കാർ ഏതാണ്, അതിൻ്റെ നമ്പർ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഉടൻ നടപടി ഉണ്ടാകും എന്നാണ് അറിയുന്നത്. കേരളത്തിലെ BJP അക്കൗണ്ട് തുറന്നാൽ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നാൽ ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ അത് ആഘോഷമാക്കാൻ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിൽ വലിയ വിജയം ആഘോഷം നടത്തണം എന്നത് തന്നെയാണ് നേതൃത്വത്തിൻ്റെ നിലപാടെന്ന് BJPയുടെ സംസ്ഥാന സെക്രട്ടറി C. ശിവൻകുട്ടി പറഞ്ഞു. നേരത്തെ ഇപ്പോൾ തന്നെ ലഡുവും കേക്കുമൊക്കെ വിതരണം ചെയ്യാനുള്ളത് വാങ്ങി വെച്ചിട്ടുണ്ട്. തങ്ങൾ നേരത്തെ വിലയിരുത്തിയ പോലെ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം നേതൃത്വത്തിനുണ്ട്. പ്രധാന നേതാക്കളെല്ലാം അതുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. മറ്റൊരു വാർത്ത, കേരളം നന്നാകണമെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വരണം. ഇത് എഴുത്തുകാരൻ M. മുകുന്ദൻ്റെ അഭിപ്രായമാണ്. മലപ്പുറത്ത് സമീക്ഷയുടെ രാമുകാര്യാട് പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ പുരസ്കാര സമർപ്പണവും P. സലീം രാജ് അനുസ്മരണ ഉദ്ഘാടനവും നിർവഹിച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലുമായി അനുബന്ധിച്ച് വടകരയിൽ സംഘർഷത്തിന് സാധ്യതയുണ്ടാകും എന്നാണ് മുന്നറിയിപ്പ്. ക്രമസമാധാന ചുമതലയുള്ള ADGP വടകരയിൽ അതുകൊണ്ട് ക്യാമ്പ് ചെയ്യും. രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. DGP വിളിച്ച യോഗത്തിലാണ് ADGP ക്യാമ്പ് ചെയ്യേണ്ടതായിട്ട് നിർദ്ദേശം ഉണ്ടായത്. ADGP നിലവിൽ കോഴിക്കോടാണ്, അദ്ദേഹം വടകരയിൽ ഇന്ന് ഉണ്ടാവും. മറ്റൊരു വാർത്ത, ഒരു മുസ്ലിം പള്ളിയിൽ കയറി മോഷണം നേർച്ചപ്പെട്ടിയിൽ നിന്ന് നടത്തി പണം കവരാനായിട്ട് കയറി നമസ്കരിക്കാൻ എന്ന വ്യാജേനയാണ് മുസ്ലിം പള്ളിയിൽ ഒരാൾ കയറി ചെന്നത്. പേഴയ്ക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഈ സംഭവം നടന്നത്. കൊല്ലം സ്വദേശി നിസാമുദ്ദീൻ എന്നയാളാണ് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ എന്ന രീതിയിൽ വന്ന് കൈയോടെ പിടിക്കപ്പെട്ടത്. ഇത് ഇന്നലെ രാവിലെ 9:30 പള്ളിയിലെത്തിയത്. പരിസരം മുഴുവൻ നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെയാണ്. പക്ഷേ പരിപാടി തുടങ്ങിയപ്പോൾ, കൂട്ടുമുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വിശ്വാസി അവിടെ എത്തുകയും ഇത് കണ്ടുപിടിക്കുകയുമായിരുന്നു. ഇദ്ദേഹത്തെ പോലീസിനെ ഏൽപ്പിക്കുകയുണ്ടായി. ഇസ്രയേലിൽ കെയർടേക്കർ ജോലിക്ക് വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഊന്നുകൽ തളിച്ചിറയിൽ ടി.കെ. കുര്യാക്കോസ്, മുരിക്കാശ്ശേരി ചിറപ്പുറത്ത് എബ്രഹാമിന്റെ ഭാര്യ ബീന എന്നിവരാണ് ഇസ്രയേലിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചത്. മുരിക്കാശ്ശേരി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഒന്നാം പ്രതി ഒളിവിലായിരുന്നു കുര്യാക്കോസ്. ആലുവയിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത്. 2ഉം 3ഉം പ്രതികളെ തൊടുപുഴയിൽ നിന്ന് പിടികൂടി. അടിമാലിയിൽ M&K ഗ്ലോബൽ ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിൽ 1 വർഷം മുമ്പും പിന്നീട് മുരിക്കാശ്ശേരിയിലും എറണാകുളത്ത് തലക്കോടും ഓഫീസുകൾ തുറന്നാണ് മൂവരും തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഗ്യാസിനും മറ്റു പലതിനുമൊക്കെ വില കുറച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഒരു വിലക്കയറ്റത്തിൻ്റെ വാർത്തയാണ്. അത് പാലിനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ പാലിന് വില കൂട്ടി. മോദി സർക്കാരാണ് വില കൂട്ടിയിരിക്കുന്നത്. അമൂൽ, മദർ ഡയറി കമ്പനികളുടെ പാലിൻ്റെ വിലയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മോദി സർക്കാർ കൊള്ളയടി തുടങ്ങിയെന്നും സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തിയതായിട്ടാണ് വാർത്ത. അമൂൽ, മദർ ഡയറി കമ്പനികളുടെ പാലിനാണ് ലിറ്ററിന് 2 രൂപ കഴിഞ്ഞ ദിവസം കൂട്ടിയത്. റോട്ടോൾ നികുതി 5% കൂട്ടിയത് സാധാരണക്കാരുടെ വിലവർധനയ്ക്ക് കാരണമാകുമെന്നും CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു. അതേപോലെ റെയിൽവേ യാത്രക്കാരുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത ഇനത്തിൽ മാത്രം ഇന്ത്യൻ റെയിൽവേക്ക് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ലഭിച്ചത് 6112 കോടി രൂപയാണ് ലാഭമായിട്ട് ലഭിച്ചത്. 2019 മുതൽ 23 വരെയുള്ള കണക്കനുസരിച്ചാണ് ഇത്. റെയിൽവേയുടെ വരുമാനത്തിൻ്റെ 10% താഴെ മാത്രമാണ് ഈ ലാഭം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 10 ഇരട്ടി വരുമാനം റെയിൽവേക്കുണ്ട് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു വാർത്ത, ബംഗളൂരു നഗരത്തിൽ 24 മണിക്കൂറിനിടെ റെക്കോർഡ് മഴ ലഭിച്ചു. ജൂൺ മാസത്തിൽ മൊത്തം ലഭിക്കേണ്ട മഴ ഞായറാഴ്ച ഒറ്റ ദിവസം പെയ്ത മഴയിലൂടെ ബാംഗ്ലൂർ നഗരത്തിൽ ലഭിച്ചു എന്നതാണ് വാർത്ത. ബംഗളൂരു നഗരത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത, പുഴുങ്ങിയ കോഴിമുട്ടയ്ക്ക് വേണ്ടി അത് പങ്കിടുന്നതിനെ ചൊല്ലി ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കിട്ടു. അവസാനം ഭാര്യ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കി. ഇവരെ ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഭാര്യയ്ക്ക് 31 വയസ്സും ഭർത്താവിന് 35 വയസ്സുമാണ് പ്രായം. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെയിൻറ് ഫാക്ടറിയിലാണ്, ബംഗളൂരുവിലുള്ള ഒരു പെയിൻറ് ഫാക്ടറിയിലെ ജീവനക്കാരാണ് 2 പേരും. 2 മക്കൾക്കൊപ്പമാണ് ഇവർ താമസിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം അത്താഴ സമയത്ത് ഗൃഹനാഥൻ എന്ന നിലയിൽ തനിക്ക് മുട്ടയുടെ എണ്ണം 1 മുട്ട കൂടി തരേണ്ടതായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ വഴക്കുണ്ടാകുകയും ആ വഴക്കിന് ശേഷം എല്ലാവരും ഉറങ്ങിയപ്പോൾ ഭാര്യ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു.